കോൾ വെയിറ്റിംഗ് ആയിരുന്നു. ഒരു കൂട്ടുകാരി വിളിച്ച. ഏത് കൂട്ടുകാരി? അതിപ്പോ ഞാൻ പറഞ്ഞ ചേട്ടനെ അറിയാമോ? അഞ്ജലി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, ട്രെയിനിങ് കഴിയുന്നവരെ ഈവനിങ് എനിക്ക് ഈ സമയത്തെ വിളിക്കാൻ പറ്റുള്ളൂ, ആ സമയത്ത് നീ ഫ്രീ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുവാ ഇങ്ങനെ? ഇതവൾ ഇങ്ങോട്ട് വിളിച്ചാണ്. നിനക്ക് ആ കോൾ എടുക്കാതിരിക്കാലോ. ചേട്ടനിപ്പോ എന്താണ് കുഴപ്പം? നീ ഒരു കാര്യം ചെയ്തേ, നിന്റെ ആ കോൾ ലിസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തയച്ചേ. ചേട്ടാ, നമ്മളെ ശരിയാവുന്ന എനിക്ക് തോന്നണില്ല കേട്ടാ. എന്ത് ശരിയാവില്ലെന്ന്? ചേട്ടനിപ്പോ ഒന്ന് വെക്കോ പ്ലീസ്. ഞാൻ കോളൊന്ന് കട്ട് ചെയ്തോട്ടാ, ഞാൻ കുറച്ചു തിരിച്ച് വിളിക്കാം. എന്താ? ഹലോ, മഞ്ഞ ഗുളിക കിട്ടിയില്ലാമേ. അത് 2 ദിവസമേ കൊണ്ടുവരാ. മതി. മാവോളയിലെ ഗിരിജാമിയെ നിശ്ചയം വിളിച്ചില്ലെന്നും പറഞ്ഞ് സുമ കടന്ന് ചാടുന്നു. നിശ്ചയത്തിന്റെ കാര്യം വേണ്ട, ഇവക്ക് എന്തേലും പറയണമെന്ന്. എന്തോന്നടി? ഞാൻ പറയാൻ പോണ കേട്ട് നിങ്ങളിടന്ന് ചാടിയൊന്നും ചെയ്യില്ല. പറ അങ്ങോട്ട്. അഖില് ശരിയാവുന്ന എനിക്ക് തോന്നണില്ല. എന്തോന്ന് ശരിയാവൂലെന്ന്? എന്തോന്ന് ശരിയാവൂലെന്ന്? അമ്മ ഇത്ര സമാനത്തോടെ ഞാൻ പറയണ കേട്ടാണ് അമ്മ. നല്ല ഒന്നാന്തരം ഒരു കല്യാണം വന്നപ്പോ ഇനി നീ ആയിട്ടത് മുടക്ക്. എനിക്ക് അത്ര ഒന്നൊന്നരായിട്ടും തോന്നണില്ല. പിന്നെ ആരേ സുഹൈൽ? എന്തോന്ന് കേട്ടാ? സുഹൈല? അവ ആരെന്ന്? എൻ്റെ കോളേജിലെ സീനിയർ. എന്ത്? അവന് നീ തമ്മിൽ എന്തൊരു എന്തോന്നച്ചാ? ബാബുച്ചി, നീ സത്യം പറ. ആരടി? എന്തോന്ന് കേട്ടാ ഇതൊക്കെ? അച്ഛാ, ഒരു ഭ്രാന്തൻ. കുറെ കാലം കൊണ്ട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പറയെ നടക്കാൻ അത്രേ ഉള്ളു. അവൻ പിന്നെ നിന്റെ പടവും വെച്ച് ഓരോന്നൊക്കെ മൊബൈൽ ഇടണം എന്തൊരു? അയ്യോ, എന്തോന്നൊക്കെ കേക്കണേ? എനിക്ക് അവൻ്റെ അടുത്ത് അങ്ങോട്ടും അങ്ങനൊന്നും ഇല്ല. പിന്നെ നീ കല്യാണം ശരിയാവില്ലെന്ന് പറഞ്ഞത്? എനിക്ക് അഖിലിനെ വിളിച്ചിട്ട് ഒരു ഇതൊന്നും വരണില്ല. എന്തൊരു പറഞ്ഞില്ലെന്ന്? നിനക്ക് എന്തൊരു പറഞ്ഞില്ലെന്ന്? കൊല്ലു തന്നെ ഞാൻ. ആരടി ഈ ജുനൈദ്? ജുനൈദല്ല, സുഹൈല്. എടി പെണ്ണെ, നീ എന്തിനാണ് അവിടെ തോളത്ത് കയറണത്? അവക്ക് പറയാനുള്ളതും കൂടെ കേള്. അപ്പൊ അമ്മയെ കൂടെ അറിഞ്ഞോണ്ടാണിത്. അന്ന് അകലൊന്ന് കണ്ടപ്പോ മക്കൾ ഇഷ്ടമായെന്ന് പറഞ്ഞല്ല? അത് നിങ്ങൾ എല്ലാരും കൂടെ നല്ലത് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് സമ്മതിച്ചു പോയതാണ്. നല്ല എന്നല്ലേ നമ്മളെ ഭാഗ്യം ഇത്രയും നല്ല ആലോചന വന്നത്. പന്തളത്തെ നമ്മളെ കൂട്ടരെന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമാണ്. ബാബച്ചി, ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഈ ഫാനി കെട്ടി തൂങ്ങി ഞാൻ ചാവും. ഒരു 100 ആലോചന നോക്കിയിട്ടാണ് ഇത് പറഞ്ഞെങ്കിൽ എല്ലാം ശരിയായിട്ട് വന്നത്. ഇനി നീ ആയിട്ടത് മുടക്ക് കാലത്തി. എടി, അപ്പുറത്തെ പ്രശ്നമൊക്കെ കേൾക്കും. ഇത് പയ്യെ പറയടി. മക്കളെ, നമുക്ക് പറ്റൂല ഈ മുസ്ലിം ഒന്നും. നീ ആലോചിച്ച് നോക്കിയാണ് അങ്ങനെയൊക്കെ കല്യാണം കഴിച്ചാ നീ രാവിലെ എണീക്കുമ്പോഴായിരിക്കും അവരുന്ന് വാങ്ങ് വിളിക്കുന്നത്. വാങ്ങ വിളിക്കണത് പള്ളിയിലാണ് എന്നും പറഞ്ഞു നമ്മളെ രീതിയാണ് അവരുടെ. അച്ഛാ, ഞാൻ പറഞ്ഞ എനിക്ക് അവൻ്റെ അടുത്തൊന്നും ഇല്ലെന്ന്. പിന്നെ മക്കളെന്ത് ഈ കല്യാണം ഇതിപ്പോ എങ്ങനെ പറയണത്? അച്ഛാ, അഖിൽ ഭയങ്കര ടോക്സിക് ആണ്. ഇന്ന് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ ഫോൺ ബിസിയാന്ന് പറഞ്ഞിട്ട് എൻ്റെ കോൾ ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറയണ്. ആരാള്? എൻ്റെ കോൾ ഡീറ്റെയിൽസ്. ആര് സ്ക്രീൻഷോട്ട് എടുത്തെന്ന്? ഒന്നുമില്ല മക്കളെ, ആണുങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അകലിന് മക്കളെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ ഒരു കുടുംബോട്ട് മുമ്പോട്ട് പോകാൻ പറ്റണത്. അച്ഛൻ പറയണ കേക്ക് അവൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് തന്നെ എസ് ആയിട്ടാണ്. അപ്പോൾ അവ ഏത് റാങ്ക് വരെ പോകുന്നൊന്ന് മക്കളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. മക്കൾക്കറിയാമല്ലോ അച്ഛൻ്റെ അവസ്ഥ. അച്ഛൻ്റെ വീട്ടുകാരെല്ലാം വലിയ നിലയിലും അച്ഛൻ മാത്രം ഇപ്പം ഇങ്ങനെ ഒരു കടയിട്ട് അമ്മേരെ വീട്ടിൽ വന്ന് താമസിച്ച്. അപ്പം അച്ഛൻ ആഗ്രഹം കാണൂലേ എൻ്റെ മക്കളെ നല്ല നിലയിലേക്ക് അയക്കണമെന്ന്? അതെന്തരി പറച്ചില് മുരളി. അപ്പൊ ഇതുവരെ നിന്റെ വീടായിട്ട് നിനക്ക് തോന്നിയിട്ടില്ലേ? അങ്ങനെ അല്ല മാമി ഞാൻ ഉദ്ദേശിച്ച. നിന്നെ ഞാൻ മരുമോനായിട്ടാണ്. ചുമ്മാ ഇരുന്നാളമ്മ. ബാബച്ചി, ഇത്രയും ആയിട്ട് ഇനി ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഇവിടെ വാഴക്കടിക്കുന്ന കുരുടായിരിപ്പുണ്ട്. അതെടുത്ത് കുടിച്ച് ഞാൻ ചാവും. തൂങ്ങി ചാവണ മാറ്റിയ ചാവൂടി ഞാൻ. നിനക്ക് ചത്ത് കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ആരും ചാവണ്ട, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. പോരെ? നീ എന്തിനാ അഞ്ജലിയുടെ പിക്കൊക്കെ വെച്ച് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത്? എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവളെ അച്ഛൻ വീട്ടിൽ നല്ല സീനാക്കിയിട്ടുണ്ട്. അവളാണെങ്കിൽ അവളെ കെട്ടാൻ പോണോനെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യായിരിക്കും. അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് നീ ഉണ്ടാക്കണം. അവനെന്ത് കുഴപ്പം?
അവൻ വേറൊരു സൈക്കോ. ആ അപ്പൊ എനിക്ക് ഇതിൽ ഇനിയും സ്കോപ്പ് ഉണ്ടടി. സ്കോപ്പ് നിന്നെയൊക്കെ അടിക്കാൻ ആളില്ലാത്തോണ്ട് നീ എന്ത് തോന്നില്ല ഇങ്ങനെ. എടി ഞാൻ PSC ലിസ്റ്റിലൊക്കെ വന്നില്ലേ. എന്നും പറഞ്ഞ് അവക്ക് എത്തിയല്ലേ പ്രേമിച്ചത്. വയ്യടാ എനക്ക്. എനിക്ക് എന്തൊരു കുറവ്. നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അളിയ ശക്തി. അളിയ ആ സാഹചര്യങ്ങളെല്ലാം നിനക്ക് അനുകൂലമാണ്. നീ ഇപ്പോൾ ഒന്ന് സ്ട്രോങ് ആയ അവൾ വളയും. ഞങ്ങളൊരു മതം അല്ലെങ്കിൽ ഞാനുള്ള വീട്ടിൽ പോയി ഞാൻ പെണ്ണി വെച്ചേനെ. അവക്കൊണ്ട് ഞാൻ മതം മാറിയാല. നീ മതം മാറിയിട്ട് എന്ത് ചെയ്യാ? എടാ അവളെ വീട്ടുകാർ അവളെ നിനക്ക് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ നീ അവളെ ജാതി ആവണം. ഓ ജാതിയും മാറാം പറ്റൂലത്. അപ്പൊ എന്ത് ചെയ്യും? എടാ നീ ഇമോഷണലി വർക്കൗട്ട് ചെയ്യും. അവളെ വീട് എവിടെയാണ്? വീട് എനിക്കറിയാം. അവളെ കല്യാണം എന്നറിഞ്ഞ അന്ന് മുതൽ നീ ഇവിടെ കിടന്ന് കരഞ്ഞു മെഴുവണ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഡാലയ നാളെ നമ്മളവളെ വീട്ടിൽ പോയിരിക്കും. വീട്ടിൽ പോയിട്ട് വിളിവ് പെണ്ണിട്ട് ഇത് പെണ്ണ മട്ടമ്മ ശക്തി ഇരിക്കടാവും കൂടെ. ഇവിടെ നീ എന്തൊരു തീരുമാനിച്ച്? എന്തോന്ന്? നീ തൂങ്ങ ചാവണോ അതോ വിഷം കഴിക്കണം? ചുമ്മാ ഇരുന്നാണമ്മ. എവള് പറയണ കണക്കുള്ള കുഴപ്പമൊന്നും അഖിലിനില്ല. ആര് പറഞ്ഞ കുഴപ്പമില്ലാത്തത്? അന്ന് ഇവിടെ വന്നപ്പോ ആ ചെറുക്കൻ എൻ്റെ അടുത്തൊന്നും മിണ്ടി പോലും ഇല്ല. അതിനവർ അമ്മയെ കാണാനല്ലല്ലേ വന്നത്? ഞാനാണോ അമ്മൂമ്മയല്ലേ? അവൻ എൻ്റെ അടുത്ത് ഇത്തിരി മിണ്ടിയ എന്തിനാണ് കുഴപ്പം? എന്നിട്ട് അവന് സ്ക്രീൻഷോട്ട് അയക്കണം പോലും. എനിക്ക് അപ്പോഴേ തോന്നി അവൻ ടോക്സിക് ആണെന്ന്. എനിക്ക് ഇപ്പോഴും ഒരു കോള് വന്ന അമ്മ ചോദിക്കുമല്ലോ ആരെന്ന്. അപ്പൊ അമ്മയും ടോക്സിക് ആണോ? ഞാൻ ചോദിക്കും. എനിക്ക് നിന്നെ സംശയമുണ്ട്. ഇത് എന്നെ കൊണ്ട് കൂടുതലൊന്ന് പറയിപ്പിക്കല്ലേ. ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിക്കോട്ടമ്മ. ഈ അമ്മയാണ് ഈ പെണ്ണിനെ ഏളോ വെച്ച് കൊടുക്കുന്നത്. മക്കളെ, സുധയാണെങ്കിലും മുരളിയാണെങ്കിലും ശരി, രണ്ടിനും വെളിവൊന്നുമില്ല. ഓൾഡ് ജനറേഷൻ. എന്തായാലും മക്കളെ മിണ്ടാതിരിക്കണത്? കമ്മലിടാത്ത എന്ത്? അയ്യോ, കാത് പഴുക്കണ വേദന. എന്നാ ഞാൻ എടുത്തോട്ടാ. അയ്യടാ, നിന്റെ അപ്പൂപ്പൻ എൻ്റെ ഉരുപ്പടി മുഴുവൻ എടുത്ത് വിറ്റ് ഈ വീട് വെച്ചിട്ട് പിന്നെ ആകെ വാങ്ങിത്തന്നത് ഈ ഒരു ജോഡി കമ്മലാണ്. അത് ഞാൻ ആ ചെറുക്കന്റെ പേരെന്തരെന്ന് ചേട്ടാ പറഞ്ഞത്? സുബൈറ? സുഹേല്. മോനെ വിളിച്ച് പറയണോ? വേണ്ട, അവറിയണ്ട. അതിനവക്കൊന്നും ഇല്ലെന്നല്ലേ പറയണത്. പണ്ട് ഒരുത്തി ഈ വീട്ടിൽ ഇതുപോലെ പറഞ്ഞു തന്നെ. അന്ന് ഇവിടെ അച്ഛൻ വീട്ടിൽ പിടിച്ചപ്പം അവക്ക് അങ്ങോട്ടൊന്നുമില്ലെന്ന്. എന്നിട്ട് എന്തരായി? അത് തേങ്ങ എങ്ങാണ്ടോ വീണതാണ്. മാമി കഴിച്ചാടി? ഇല്ല, ഇവിടെ ചുട്ടു വെച്ച് വിളിച്ചിട്ട് വന്നില്ല. മുരളിയണ്ണ, ആ മോട്ടറിൽ ഫുൾ ടാങ്ക് വെള്ളം അടിച്ചിട്ടേക്കണ. ഓടാ, നോക്കി ചെയ്യണേ. ഓ, എന്തോ ഒന്നുമില്ലാന്നോ? ഒന്നുമില്ലാതാണോ അവിടെ രാവിലെ വീട്ടിലൊക്കെ നിൽക്കുന്നേ? പറ, എന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നേ? ശബ്ദോ? ആ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പം ഇല്ല. ഇപ്പോഴോ? ഇപ്പോൾ ഉണ്ട്. ആ, എവിടെ എങ്ങനെയാ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും. ഒട്ടും വയ്യേ. കയറി പോടി അവിടുന്ന്. എവിടെ പോണ്? അവിടെ ആള് നിൽക്കുകയാണ് പെയിന്റ് അടിക്കാൻ. അതുകൊണ്ട് തന്നെ പോണത്. പറഞ്ഞില്ലെങ്കിൽ മുരളി നട്ടുവെച്ച പയറെല്ലാം കൂടെ അവന്മാര് വലിച്ചു പറിച്ച് ദൂരെ കളയും. ആ കാടൊക്കെ പറിച്ച് കളയിട്ട്. കയറി പോടി അകത്ത്. അവൾ എന്നെ പഠിപ്പിക്കണം. ഡാർക്കാനി പഴയ ചുവരാണ്. ഇതെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിച്ച് വീഴും. നീ എൻ്റെ പോഴ്സ് ഒന്ന് കുറച്ചാണ്. ഞായറാഴ്ചയായിട്ടൊന്ന് പൊന്മുടി പോയിരുന്ന ഞാനാണ്. നീ കെഞ്ചി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നീ പണിക്ക് വന്നത്. അതുകൊണ്ട് നീ ആജ്ഞാപിക്കല്ലോ എൻ്റെ കൂടെ. ഉള്ളി റിക്വസ്റ്റ്, മനസ്സിലായാ? സാറേ, അതിൻ്റെ പോഴ്സ് ഒന്ന് കുറച്ചാലും.
മക്കളെ പയറും വെണ്ടയൊക്കെ വെച്ചത് പോവാതെ ചെയ്യണേ. ഓ അമ്മ, അത് നമ്മൾ നോക്കിക്കോളാം അമ്മ. ആ ആ. ഡാർക്കാ ദാണ്ട ഒന്നും പോവാതെ ചെയ്യണേ. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് അറിയാം ചെയ്യാൻ. ഞാൻ വിക്കമണിയുണ്ട വീട്ടിൽ വേറെ കോളി കൂടെ വെള്ളം അടിച്ച് അവരെ കഞ്ഞിക്കലോ കട്ടി തെറുപ്പ ചോർന്നുണ്ടല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ ഇതിൽ പ്രോയാ. ഞാൻ അവര് നട്ടു വെച്ചേക്കണേ നശിപ്പിക്കാൻ. അമ്മച്ചിക്ക് അടുത്ത കർഷകശ്രീ മേടിക്കാനല്ലേ. പിന്നെ ആര് വെണ്ട വെച്ചാലേ ഒരു കർഷകശ്രീ ഉണ്ടാക്കി. അനി അമ്മച്ചി പിന്നടാ. അമ്മ എന്തിനു പറ്റി അമ്മ? എടാ വെള്ളം ഇറ. എടാ നോക്കിയോണ്ടിക്കകത്തി വെള്ളം ഇറ. എടുത്തു മാറ്റാ. ഇതുകൊണ്ടാണ് വെള്ളം ഒഴിക്കണം. മുരളിയണ്ണ അമ്മച്ചി അവിടെ വീണണ്ണ. ഓടി വാണ മുരളിയണ്ണ. അണ്ണ ചെറിയ അവിടെ നാക്കിതാണ്. ചെറിയ അവിടെ ഇത് ഞായറാഴ്ച ചിക്കനൊക്കെ വെച്ച് തകർക്കാന്ന് തന്നെ. മാമി തളർന്നു വന്നു കേട്ടാ. നമ്മളിപ്പോ ആശുപത്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ഏതാ ആശുപത്രിയില്? ഏജയില് കേട്ടാ. ഇപ്പൊ എങ്ങനെ ഞാൻ അങ്ങോട്ട് വരാം? വേണ്ട, നീ സുമയ മക്കളെ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോ. അവിടെ വാവച്ച് ഒറ്റയ്ക്കേ ഉള്ളൂ. ഓ ഹലോ അണ്ണാ. എന്തരണ്ണ? മാമി തളർന്നു വേണമെന്നു. സീരിയസ് എന്നാണ് തോന്നണ കേട്ടാ. മാമി എന്ന് പറയുമ്പോ വൈഫിന്റെ അമ്മേ. ഓ അപ്പൊ ഇപ്പൊ വിളിച്ച മുരളി അണ്ണനാ? ഓ അവർക്ക് മുമ്പ് ഒരിക്കൽ ഇതെനിക്ക് എന്തിനാ വന്നേല്ലേ? ഇതിപ്പോ 3ാമത്തെ അറ്റാക്ക്. എൻ്റെ അടുത്ത് ആശുപത്രി ചെല്ലണ്ട, വീട്ടിലോട്ട് പോവാൻ. തന്നല്ലേ? ഇതിപ്പോ ചിക്കനൊക്കെ വേസ്റ്റ് ആവല്ലേ അണ്ണ? പെണ്ണുങ്ങൾക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുവാടാ. അതെന്ത് പെണ്ണുങ്ങൾക്ക് എന്ത് ഹാർട്ട് ഇല്ലേ? ബോഡി എപ്പോ കൊണ്ടുവരും? അതെനിക്ക് എങ്ങനെ അറിയാം? എന്തായാലും ചിക്കൻ ഗ്രില്ല് ചെയ്യണം, സാധനം എടുക്കണം. കാശുണ്ടാ? കാശ് ഒപ്പിക്കാം. കൊച്ചിന്റെ ഉടുപ്പ് വെച്ചാ അണ്ണാ നിങ്ങൾ മരിപ്പറിയ ആര്? ആരുടെ നമ്മളെ സാവിത്രി വെച്ച് മരിച്ചുപോയി. ഏത് കടയിൽ മുരളേണ്ട അമ്മായിയമ്മേ തന്നെ? ഓ എപ്പം? ആണ്ടെ ഇപ്പം. നിങ്ങൾ പെട്ടെന്ന് ഈ ട്യൂബൊക്കെ പറയി കൊണ്ടുവച്ച് കെട്ട്, അല്ലെങ്കിൽ ഇതും ആ പപ്പൂട്ടി കൊണ്ടുപോകും. പപ്പൂട്ടി എന്തിനു കൊണ്ടുപോണ? അവനൊക്കെ തോട്ടന്റെ അക്കരെ വരെയുള്ള മരിപ്പേ ഉള്ളൂ. ഇക്കരത്തെ മരിപ്പൊക്കെ എനിക്ക് തന്നെ. ആ കൊണ്ടുവച്ച് കെട്ടാൻ തന്നെ അറിയാം. നീ എന്തിരി നീ വണ്ടി ഇറേ ഞാൻ എന്തിനാ വാടാ പോടാ. ഇപ്പഴേ വേണം തരണ. വൈകിട്ട് കൊണ്ട് ചെടിയാ പോരെ? പറയാൻ പറ്റൂല. ആ പപ്പൂട്ടി കൊണ്ട് കെട്ടിക്കളഞ്ഞാല് ഒന്നാമത് അവരെ ബന്ധുവാണ് അവൻ. ഓ നമ്മളിവിടെ എത്തിച്ചു രാജേന്ദ്ര. എന്തായാലും ഇവിടെ അഡ്മിറ്റ് ആയിരിക്കും. രാജേന്ദ്ര വീട്ടിലെത്തിയാ? ഞങ്ങളിവിടെ എത്തിയണ്ണ. ഞാനും സുമൊക്കെ എത്തി. ഓ പിന്നെ വാവച്ച് വീട്ടിലുണ്ടല്ലോ. പിന്നെ അവളവിടെ പോവാൻ. ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യണേ റിസപ്ഷനിൽ. ഓ ആ പേഷ്യന്റ് മൊത്തം നനഞ്ഞിരിക്കണേ എന്നിട്ട്. അതാണ്ട് അമ്മച്ചി ദേഹം തളർന്ന് വീണപ്പോഴേ യവാൻ വെള്ളം കോരി കുടഞ്ഞത്. ഇങ്ങനെയും കുടയോ? ഞാൻ വിചാരിച്ച അവർ അറ്റാക്ക് വന്ന് കിണറ്റിലാ കണ്ട വീണെന്ന്. ജസ്റ്റ് എന്താടേ? അല്ല മരിച്ചെന്നറിഞ്ഞ പിന്നെ ട്യൂബൊക്കെ വെച്ചിട്ടാനായിട്ട്. നാടവനെ ആരാടാ മരിച്ചെന്ന് പറഞ്ഞ? പഞ്ചഭാവി മരിച്ചില്ലേ? ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ് അണ്ണ ഇപ്പം വിളിച്ചാൽ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് മരിച്ചെന്നാ. പോകണ്ണ പെട്ടെന്ന് പോകണ്ട അങ്ങോട്ട്. ഇനി ഇന്ന് അടി കിട്ടും. ഇല്ല അവൻ കോളെടുക്കട്ട്. ആ മുരളിയണ്ണ എപ്പോ? മരിച്ചടാ, മരിച്ചു. ദാണ്ടേ ഇവിടുത്തെ അമ്മച്ചി മരിച്ചുപോയി. ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നു. അയ്യോ നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ ആ അമ്മച്ചി കണ്ടാണല്ലോ. ആ ഇപ്പൊ മരിച്ച്. നിങ്ങളെ ഇതെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് വായര്. ചേട്ടാ നമ്മള് വേറെ എവിടെ കൊണ്ടുപോകാൻ ചേട്ടാ? ചേട്ടാ ഇന്ന് വൈകിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ചേട്ടാ. ഇതുവരെ ഇതൊന്നും സെറ്റ് ആയില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ.
എൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ പറയാൻ പറഞ്ഞു. മക്കളെ എന്നാ പിന്നെ എത്തിപ്പൂരം നിർത്തടാ. പിന്നെ വൈകിട്ടത്തെ പ്രോഗ്രാമിന് നിങ്ങൾ പോയിരുന്നു വായിക്കോ? അണ്ണാ ഇപ്പൊ ആശുപത്രിയിലെന്നല്ലേ പറഞ്ഞേ? ബോഡി കൊണ്ടുവരുമ്പോൾ നമ്മൾ നിർത്തിക്കോളാം. പോരെ? റെഡി 1 2 3 4. തോന്നയ്ക്കൽ ഐക്കുട്ടിക്കോണം അസംബ്ലി മുക്കിൽ മടത്തുവിളാകത്ത് വീട്ടിൽ സാവിത്രിയമ്മ 76 വയസ്സ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഡേ ഹൃദയാഘാതത്തിന്റെ ഘാ നീ അന്നത്തെ പോലെ സഖാവിന്റെ ഘാ വയ്ക്കരുത്, സംഗീതകായാണേ. ഇതെന്തൊരു പറ്റിയേ? മരിച്ചു പോയത് മാമാ. എങ്ങനെ മരിച്ചെന്നാണ് ചോദിച്ചേ? അറ്റാക്ക് ആയിരുന്നു. നല്ല വെള്ളമടിയായിരുന്നല്ലേ? ആര്? സാവിത്രി അമ്മച്ചിയ. അവരാണോ മരിച്ചത്? ഞാൻ വിചാരിച്ച മുരളിയാ മരിച്ചത്. ആ കൊഞ്ഞ ആ സ്ഥലത്തോടെ മാറിപ്പോയി ഇരിക്കും. കണ്ടും പുല്ലും കണ്ടുകൂടാതെ. ഹലോ അച്ഛാ. ആ മക്കൾ അറിഞ്ഞായിരുന്നാ? ഓ അച്ഛാ, രാജേന്ദ്ര ചിറ്റപ്പൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് വരാൻ പറ്റുമോ? അച്ഛാ, എൻ്റെ ജോബ് വിസ അടിച്ച് കിട്ടിയിട്ടില്ല, അത് പ്രോസസ്സിങ്ങിലാണ്. ആ അപ്പോൾ അത് കിട്ടാനായിട്ട് 2-3 ദിവസം കൂടെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റും. ഓ അന്ന് എങ്ങനെ ഇരിക്കണ അച്ഛാ? ആ അമ്മ ഞങ്ങൾ ആശുപത്രി നിൽക്കണേ മക്കളെ. ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം എന്നാൽ. ഫോൺ അടിക്കുന്നു. എന്റെ ഫോൺ അടിക്കുന്നു. അഞ്ജലിയുടെ വീട്ടീന്നാ? എടുക്ക്. ഹലോ, തോന്നക്കലിന്നാണേ. അഞ്ജലിയുടെ അമ്മമ്മ മരിച്ചുപോയി. ആരെ? മാമി മരിച്ചത്. അവിടെ ആരാണ്ടോ മരിച്ചെന്ന്. ആര് മരിച്ചെന്ന്? ആരാണ്? മുരളി, അഞ്ജലിയുടെ അച്ഛൻ. അഞ്ജലിയുടെ അച്ഛൻ മരിച്ചെന്ന്. മുരളിയോ? അയ്യോ, എന്തു പറ്റി? ആ ഫോണിങ് വന്നേ. എങ്ങനെയാ മരിച്ചത്? അറ്റാക്കായിരുന്നു. ഇതാരാ സംസാരിക്കുന്നത്? മുരളിയാണ്. അന്നേരം മരിച്ചെന്ന് പറഞ്ഞത് ആരാ? മാമിയെ, അഞ്ജലിയുടെ അമ്മമ്മ. മുരളിയല്ല, അഞ്ജലിയുടെ അമ്മൂമ്മ മരിച്ചത്. അണ്ണാ 2 ചായ. ഞാൻ കാശുണ്ടാടാ. എൻ്റെ കാശുണ്ടല്ലോ. പിന്നെ ആ നേഴ്സുണ്ടല്ലോ, അവരമ്മച്ചി എന്താ നനഞ്ഞിരിക്കുന്നു ചോദിച്ചപ്പം ഞാൻ ഒന്ന് പേടിച്ചു കേട്ടാ. നീ ആ വാട്ടർ സ്പ്രേ എടുത്ത് അടിച്ചുകൊണ്ടാണ് അവർക്ക് അറ്റാക്ക് വന്നെങ്കിലാ. നീ തന്നിട്ടേ പറയണം. അവർ തളർന്ന് തരവിന് ശേഷമല്ലേ നമ്മളെ എടുത്ത് ചടിച്ചത്? നമ്മളല്ല, നീയാണ് അതെടുത്ത് വെച്ച് അടിച്ച. അവർ ചിലപ്പോൾ കാര്യത്തിൻ്റെ വീണതായിരിക്കും. നീ അതെടുത്ത് വെച്ച് അടിച്ചുകൊണ്ടായിരിക്കും അറ്റാക്ക് വന്നത്. പറയാൻ പറ്റൂല. എന്നാലും ആ അമ്മച്ചിയുടെ ഒരു വിധി. നിന്റെ കൈ കൊണ്ടൊക്കെ ചാവണമെന്ന് പറഞ്ഞ സന്ദീപേ, നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ മാത്രമല്ലേ കണ്ടോളൂ. എൻ്റെ കാശ് വല്ലതും ഉണ്ടോ? പൊന്മുടി പോകാൻ വെച്ച ബീഫും. രാജേന്ദ്രണ്ണ, മറ്റേ ആറ്റിങ്ങ താമസിക്കുന്ന ബന്ധുക്കളില്ലേ, നളിനി ലീലയൊക്കെ, അവരൊക്കെ നമ്പർ തിങ്ങെടുത്താണ്. ഞാൻ നാട്ടിൽ മരിപ്പൊന്ന് വിളിച്ചു പറയട്ടെ. അതൊക്കെ മുരളിയാണ് വിളിച്ച് പറഞ്ഞാണോടാ? എന്നാ ഞാൻ കൂടെ വിളിച്ച് പറയട്ടെണ്ണ, അവരൊക്കെ അറിയട്ടെ ഞാനാണ് ഇവിടെ ഇടിച്ചിരിക്കണേന്ന്. ആ അവരെയൊക്കെ ഓട്ടിപ്പോഴും നമ്മളെ വാർഡിലാണ്. എൻ്റെ അവർ നമ്പർ ഒന്നുമില്ലടാ. അണ്ണാ, നിങ്ങൾ വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പ് നോക്കണ്ണ, നമ്പർ കാണും. ഞാൻ ഗ്രൂപ്പിലും കുഴപ്പമൊന്നുമില്ലടാ. എടാ കുമാര, ഓ കാറിലാണ് ആശുപത്രി കൊണ്ടുപോയത്. അവളെ കാറിലാണോ കൊണ്ടുപോയത്? ഉള്ള കാറിലാണ് അറ്റാക്ക് വന്നവളെ ആശുപത്രി കൊണ്ടുപോണത്. ഉണ്മയാണ് അവള് മരിച്ചത്. അതിപ്പോ എന്റെ അടുത്ത് വെച്ചാൽ എങ്ങനെ? ആംബുലൻസ് വിളിച്ച് വിട്ടിരുന്നെങ്കിൽ അവള് രക്ഷപ്പെട്ടു പോയത്. അവള് മരിച്ചു പോകാൻ വല്ലതും ആയാ? പരമ കഷ്ടം തന്നെ അവളെ കാര്യം. നിങ്ങളടുത്ത് മിണ്ടൂല അങ്ങേരി? നമ്മളെയൊന്നും അംഗീകരിച്ചിട്ടില്ലല്ലോ. കറാൻകുട്ടി കിളവൻ തന്നെയല്ലേ ഇത്? അമ്മ വെച്ച ആശുപത്രി പോണില്ലേന്ന്. ഓ താ പോണം മക്കളെ. അണ്ണൻ ചെല്ലണ്ണ, ഇവിടെ ഞാൻ ഉണ്ടല്ലേ. ആ പിന്നെ ബോഡി എപ്പോൾ എടുക്കാന്ന്? ദൂരം ഒന്നും ആരും വരാനില്ലല്ലേ? മുരളിയൻ്റെ മോന് വരാൻ പറ്റുള്ളൂ വിളിച്ചു പറഞ്ഞ. എന്നാ പിന്നെ നമുക്ക് 2 മണിക്ക് എടുത്തൂടെ? അത് എടുക്കണ കാര്യം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. കരയോക്കാർ വരട്ടാദ്യം. അതെന്ത് കരയോൻ തീരുമാനിച്ചാലേ പറ്റുള്ള? ബാത്റൂം തീരുമാനിച്ചാൽ തൊക്കൂലേ?
ബോഡി ഇപ്പം എങ്ങെത്തും. സകല ബന്ധുക്കളും അപ്പുറം കിടക്കണവര്. പിന്നെ വെച്ച് താമസിപ്പിക്കണതിന് രാജേന്ദ്രണ്ണ നമുക്ക് 2 മണിക്ക് തന്നെ എടുക്കാം. കലയാൻ ചോദിക്കണമെങ്കിൽ വാർഡ് മെമ്പർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അപ്പൊ ഇനി നിശ്ചയം മുടങ്ങുമല്ലോ. എന്നാലും ഈ സമയത്ത് നീ വേഗം റെഡിയാകാൻ നോക്ക്, സമയം പോകുന്നു. എങ്ങോട്ട് പോവാനാ? മരണത്തിന് പോകണ്ടായോ? അയ്യോ, നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ അവരുമായിട്ട് നല്ലൊരു ബന്ധം എടുക്കാനിരിക്കുമ്പോ അതിനു മുമ്പ് ഇങ്ങനെ മരണത്തിന്റെ ഒരു കാര്യമായിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാര് പറഞ്ഞു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സമയത്ത് മരിച്ചത് തന്നെ ശരിയായില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? ഇതെന്തായാലും ഒന്നും കൂടെ ഒന്ന് നോക്കണം. എന്തോന്ന്? ഈ കല്യാണത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ ചേട്ടന് വിശ്വാസമുള്ള ഒരാളുണ്ടല്ലോ, സന്തോഷ് ജോത്സ്യര്. വിളിച്ചു നോക്ക്, വിളിക്കേ. നിന്ന് നിലയ്ക്ക് വരാൻ പറഞ്ഞ എങ്ങനെയെന്നാ? കൊച്ചു കിടക്കണ്, ചെറുക്കനാണെങ്കിൽ ഇവിടെ മൊത്തം തൂരി വെച്ചേക്കണ്. അതെന്തോന്ന് പറച്ചില്ലേ? നീ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ബ്ലോക്ക് മെമ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് 4 കൈയൊന്നും ഇല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കിട്ടണ കല്യാണത്തിന് മരിപ്പിനൊക്കെ വന്ന് ഇടിച്ച് നിന്ന് അടുത്ത ഇലക്ഷന് 10 വോട്ട് കിട്ടും. അല്ലാതെ ഇവിടെ വികസനം ഉണ്ടായി കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരുത്തനും വന്ന് കുത്താൻ പോണില്ല. എനിക്ക് ഈ പിള്ളേരെ ഇട്ടിട്ട് നിന്ന് നിപ്പി വരാൻ പറഞ്ഞാൽ പറ്റിയൊന്നുമില്ല. ഓ, എന്നാ നീ അടുക്കളയിൽ തന്നെ ഇരുന്നോ. അനിതേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയാണ് ഈ സംഭരണമൊക്കെ തന്നെ നിങ്ങളെ പിടിച്ച് മെമ്പർ ആക്കിയിരിക്കുന്നത്. എന്നാ സഖാ ഒരു കാര്യം ചെയ്യും, എന്റെ അടുക്കളയിൽ വന്ന് കഞ്ഞി വെച്ചതാ. കൊച്ചുങ്ങളെ കാര്യം നോക്ക്. ഞാൻ അവിടെ വന്ന് ഇടിച്ചു നിൽക്കാം. ഇവിടുത്തെ പണി ഒതുക്കി കൊച്ചുങ്ങളെ അപ്പുറത്തെ ആക്കാതെ എനിക്ക് വരാൻ പറ്റൂല. ഓ, നീ എന്തരാ ചെയ്. ഇത് എന്തൊരു പെണ്ണിത്. പ്രസന്ന നീ ഇവിടെ ഇല്ലടേ? ഞാൻ രാവിലെ വെട്ടാൻ പോരുന്ന. ഇതെങ്ങനെ അറ്റാക്ക് ആയിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഇതുവഴി പോയപ്പോഴേ എന്താ കരച്ചിലും വിളിയാ കേട്ടായിരുന്നു. രാത്രി ഒന്നും അല്ലടാ, ഇതിപ്പോ രാവിലെ അവർ തളർന്നു വീണതെന്ന്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്നേ മരിച്ചു. പക്ഷേ ഏമാരിപ്പോൾ പറയണ ആശുപത്രി ചെന്നിട്ടാണ് മരിച്ചതെന്ന്. അതെന്ത് നമുക്കെങ്ങനെ അറിയാൻ? എന്തരോ ഒരു ഇത്. നിന്റെ സാധനമല്ലേ ഇരിക്കണം? ഇല്ലെണ്ണ, എൻ്റെ ഒന്നുമില്ല. കാണും, നീ ഇതിപ്പോൾ എടുത്തോണ്ടാണ്. ഇല്ലെണ്ണ, ഒന്നുമില്ലെന്ന്. ചേച്ചി സമയമാകുമ്പോൾ ആരായാലും മരിക്കത്തില്ലേ ചേച്ചി? അവരുടെ സമയമായപ്പോൾ അവർ മരിച്ചു. അതിപ്പോൾ കല്യാണം ഉറപ്പിച്ചില്ലെങ്കിലും ഉറപ്പിച്ചാലും ആ സമയത്ത് അവർ പോകും. പക്ഷെ നമ്മൾ ഇവിടുന്ന് മരണത്തിന് പോണത് ദോഷമല്ലേ? എന്റെ പൊണ്ണ് ചേച്ചി, നമ്മുടെ വീട്ടിൽ മരുമോളാവരുന്ന കൊച്ചിന്റെ വീട്ടിലല്ലേ ചേച്ചി മരണം? അതിന് പോകാതിരുന്നാലാണ് ദോഷം. അവർ നിങ്ങളെ പറ്റി എന്ത് വിചാരിക്കും ചേച്ചി? അപ്പൊ പോവാല്ലേ? ധൈര്യമായിട്ട് പോയിട്ട് വാ ചേച്ചി. കല്യാണം ഉറപ്പിച്ച ശേഷം അവരുടെ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ ഫംഗ്ഷൻ അല്ലേ? ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട സമയം കൂടെ ഒന്ന് പറഞ്ഞു തരാവോ? ചേച്ചി, അത് ഇന്ന് 12:40 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ചേച്ചി. അതുവരെ മീനരാശിയാ. ഓ ഓ ഓ, അങ്ങനെ ചെയ്യാം. ഇവിടെ ആരും മരിച്ചടാ? ആരടാ? അതല്ലടാ ഞാൻ ചോദിച്ചത്. അണ്ണ ഇവിടെ ആരും മരിച്ചത്? ആണ്ടാ അവിടുത്തെ അമ്മച്ചിയടാ. ഓ, അവക്കൊരു അമ്മൂമ്മയുണ്ട്, അവരായിരിക്കും. നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചു പോകാനോ? ഇത് മരണ വീടാണ്. ആർക്ക് വേണോ കുറെ ആരും ശ്രദ്ധിക്കൂല. നീ വാങ്ങട്ടെ, ഞാൻ ഇല്ലേ നിന്റെ ഇവിടെ. ഇവിടെ കേട്ടിട്ട് എന്തിനാണ് അതെന്തൊരു തട്ടിയത്? എന്റെ അളിയ, നീ ആദ്യം അവളെ ആ വീട്ടിൽ കയറിയിട്ട് നീ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യും. എടാ, നീ കര അവളെ ഫ്രണ്ടിൽ കിടന്ന് കാള കരയും പോലെ കര നീ. എടാ, ഒരു പെണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ആണൊരുത്ത് ഇങ്ങനെ കരയുമ്പോൾ അവള് ഇമോഷണലി നീ ആയിട്ട് കണക്ട് ആവൂടാ. അവൾ അമ്മൂമ്മ മരിച്ചിരിക്കുമ്പോ മരിച്ചിരിക്കില്ല, മരിച്ച് കിടക്കുകയായിരിക്കും. ഫൺ, കൾട്ട് ഫൺ. അഞ്ജലിയുടെ അമ്മൂമ്മ എന്നോട് ക്ഷമിക്കണേ. നീ പെട്ടെന്ന് കയറിപ്പോ. നീ കണ്ടല്ലേ? എനിക്ക് അതെന്ത്? എടാ, ഈ മരിപ്പ് വീട്ടിലെ ഈ ആൾക്കാർ കരയണ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിരിച്ചു പോവും. നീ പോയിട്ടോ? ഒറ്റയ്ക്കാ? എടാ, ഞാൻ ഇവിടെ ഇല്ലേ? നീ പോയി വളയാളിയാ അവളാ. തീർക്കടാവും കൂടാ. രതീഷേ, നീ മുരളിയെന്നെ വിളിച്ചിട്ട് ഏത് ഭാഗത്താണ് നടക്കണേന്ന് പോയി. അത് ചോദിക്കാതിരിക്കണേ, അടക്കേ മുരളി അടക്കണം. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഭൈരവാ, നീ ഇവിടെ വെട്ടി ഒരുക്ക ആളെ വിടുന്നുണ്ട്. എവിടാ? എടാ, ഞാൻ ഒരു ബംഗാളി അങ്ങോട്ട് അയച്ചടാ. അവ എത്തിക്കാണോ? നീ നോക്കിയാണ്. അണ്ണാ, ഇതുകൊണ്ട് ഒരുത്ത അവിടെ നിന്ന് കറങ്ങണണ്ട. ആരാ അത്? അക്കരെ ഒരു മരിപ്പ് വീട്ടിലേ ഇതുപോലെ ഒരുത്തത് നിന്ന് കറങ്ങിയാണ്. എത്തിക്കഴിഞ്ഞപ്പോൾ പപ്പുടിയുടെ ജനറേറ്റർ ഓടിച്ചോണ്ട് പോയി. എന്താ അവിടെ നിന്ന് കറങ്ങണ? നീ എവിടെ ഉള്ള? നീ ഇവിടെ നിന്ന് ഇറങ്ങിയ അങ്ങനെ? നീ ഭൈരവയച്ച ആളല്ലേ? ആരുടെ? അണ്ണാ, ഇത് കണ്ട് ഇവിടെ വെട്ടിയൊരുക്കാനായിട്ടേ ഭൈരവയച്ച ബംഗാളി. അത് ശരി. ജനറേറ്ററിന്റെ അടുത്ത് ഇറങ്ങിയപ്പം ഞാൻ വിചാരിച്ചു. അല്ല, നിന്റെ മമ്മട്ടി വെട്ടോത്തിയും തന്നയിച്ചില്ലേ? മമ്മട്ടി വെട്ടോത്തി നെഹി. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നടന്നു എടുക്കാം. വാ, വാടാ.